നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യാന്തര ചലച്ചിത്രമേളയിലെ ഉദ്ഘാടന ചടങ്ങിനിടെ മുഖ്യമന്ത്രിക്കെതിരെ കൂവൽ. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൂവി യുവ അഭിഭാഷകൻ. വഞ്ചിയൂർ കോടതിയിലെ അഭിഭാഷകനായ റോമിയോ എസ് രാജാണ് മുഖ്യമന്ത്രിയെ കൂവിയത്. കന്റോൺമെന്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. മ്യൂസിയം പോലീസിന് ആളെ കൈമാറി. നിശാഗന്ധിയിൽ ഔദ്യോഗിക ഉദ്ഘാടനം കഴിഞ്ഞു മടങ്ങവെയാണ് മുഖ്യമന്ത്രിക്ക് നേരെ കൂവലുണ്ടായത്. ഇയാൾക്ക് ഡെലിഗേറ്റ് പാസ് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന പാസ് 2022-ലേതാണ്. ആവേശത്തിൽ കൂവിപ്പോയെന്നാണ് പോലീസിനോട് പറഞ്ഞത്. കേസ് എടുക്കുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അതേസമയം മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടയിൽ മൈക്ക് കേടായതിന് മൈക്കിനെതിരെ കേസെടുത്ത വിചിത്രമായ നടപടി ഉണ്ടാക്കിയ പൊല്ലാപ്പുകൾ ഒന്ന് വേറെ തന്നെയാണ്. മൈക്ക് കേടായതിന് മൈക്ക് ഓപ്പറേറ്റർക്കെതിരെ കേസെടുത്തു. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെ മൈക്കിൽ ഹൗളിംഗ് വരുത്തുകയും പൊതുസുരക്ഷയെ ബാധിക്കും വിധം പ്രതി പ്രവർത്തിച്ചുവെന്നുമാണ് FIR. പോലീസ് സ്വമേധയാ കേസെടുത്തു. കേസിൽ പ്രതി ആരാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ല. കേസെടുത്തത് മാത്രമല്ല, മൈക്ക് ഓപ്പറേറ്റർ വട്ടിയൂർക്കാവിലെ SV സൗണ്ട്സ് ഉടമ രഞ്ജിത്തിൽ നിന്നും മൈക്കും ആംപ്ലിഫയറും കേബിളുകളും പോലീസ് കസ്റ്റഡിയിലെടുത്ത് പരിശോധിക്കുകയും ചെയ്തു. ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നതിനിടെയാണ് മൈക്ക് തടസ്സപ്പെട്ടത്. ഈ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത പോലീസ് അത് അവസാനിപ്പിച്ചു. കേസ് അവസാനിപ്പിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കോടതിയിൽ നൽകി. പൊതുമരാമത്ത് ഇലക്ട്രോണിക്സ് വിഭാഗം നിർണായകമായ റിപ്പോർട്ടാണ് നൽകിയത്. പോലീസ് പിടിച്ചെടുത്ത മൈക്ക് സെറ്റ് ഉപകരണങ്ങൾക്ക് തകരാറില്ല എന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ റിപ്പോർട്ടും കോടതിയിൽ ഹാജരാക്കി. പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം, ഹൗളിംഗ് ഉണ്ടായത് ബോധപൂർവമല്ല എന്നാണ്. ഏറെ വിവാദമായ സംഭവത്തിൽ കേസ് അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി പോലീസ് തടിതപ്പി എന്നിങ്ങനെയുള്ള ആരോപണമൊക്കെ ശക്തമായിരുന്നു. KPCC സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ സെക്കൻഡുകൾ മാത്രം മൈക്ക് തകരാറായതിന്റെ പേരിലാണ് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് കേസെടുത്തത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.